നോക്കൂ, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വികസനത്തെക്കുറിച്ചാണ്. വികസനം എന്ന് പറയുന്നത് റോഡും പാലവുമാണ് വികസനം എന്നുള്ള ചിന്തയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഞങ്ങൾ തുടങ്ങി വെച്ച വികസനം അതിന്റെ തുടർച്ച ഈ ഈ ഈ സർക്കാർ നടത്തിയില്ലെങ്കിൽ ഞങ്ങൾ നല്ല പ്രതിപക്ഷമായി ശക്തമായി പ്രതികരിക്കുമെന്ന് പറയുന്നു. ഭരണവിരുദ്ധ വികാരം എന്നതിനെ എത്രത്തോളം വിലയിരുത്തുന്നുണ്ട്? പിണറായി വിരുദ്ധ വികാരം എന്നതിനെ പിണറായി വിജയൻ എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പിണറായി വിജയൻ ഇനി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുമ്പോൾ മറ്റൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാനില്ലാത്ത വിധം അത്രയ്ക്കും ഒരു അവസ്ഥയിലേക്ക് എത്തിയോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. വളരെ ചുരുക്കം നേതാക്കളെങ്കിലും പ്രതികരിച്ചു വരുന്നുണ്ട്. എം വി ഗോവിന്ദനും അതേ രീതിയിൽ തന്നെ പ്രതിസ്ഥാനത്താണ് കേട്ടോ. ഇന്നിപ്പോൾ പി കെ ശ്രീമതിയുടെ പ്രതികരണം വരുന്നു, സുകന്യയുടെ പ്രതികരണം വരുന്നു. അങ്ങനെ തൊട്ടും തൊടാതെയും സൂചനകൾ നൽകുന്ന പ്രതികരണങ്ങൾ വരുന്നുണ്ട്. സ്വരാജിന്റെ പ്രതികരണം നമ്മൾ ഇന്ന് കണ്ടു. സ്വരാജിന്റെ പ്രതികരണം അന്നും കണ്ടതാണ്. അതുകൊണ്ട് അതിൽക്കുറിച്ച് കൂടുതൽ പറയാനില്ല. അപ്പോൾ ഇനി പ്രതിപക്ഷ നേതാവ് ആകുമ്പോൾ, മുഖ്യമന്ത്രിയിൽ നിന്നും പ്രതിപക്ഷ നേതാവാകുമ്പോൾ കുറച്ചുകൂടി ജനങ്ങളുമായി അടുത്തിടപഴകേണ്ട സാഹചര്യം വരും. ജനങ്ങൾക്ക് പരാതികൾ നൽകണം, നിവേദനങ്ങൾ നൽകണം, ജനങ്ങളുടെ പരാതികൾ കേട്ട് അവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു സാഹചര്യം വരും. അത്തരം കാര്യങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് നിൽക്കെ പിണറായി വിജയൻ എത്രത്തോളം അങ്ങനെ ഒരു സ്വഭാവ രീതിയിലൊരു മാറ്റത്തിലേക്ക് അദ്ദേഹം വരുമോ? എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്, ഈ ഇടതുപക്ഷം പരാജയപ്പെടണം എന്നൊരൊറ്റ ആഗ്രഹം എനിക്കില്ല. ഇടതുപക്ഷം നിലനിൽക്കേണ്ടതാണ്, CPM നിലനിൽക്കേണ്ടതാണ്. പക്ഷേ ആ നിലനിൽപ്പിനുള്ള യഥാർത്ഥമായ പരാജയ പരിശോധന നടത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിൽ ഈ നിമിഷം വരെയും അങ്ങനെ ഒരു പരിശോധനയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളത് സങ്കടത്തോടു കൂടി ഞാൻ അഭിപ്രായപ്പെടുന്നു.